ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. കെമിസ്ട്രി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ജനുവരി 21 നടത്താനിരിക്കുന്ന JLA എക്സാമിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 4 മൈക്രോബയോളജിയിലെ മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തുടർന്നുള്ള വീഡിയോകളും നമ്മൾ ചെയ്യുന്നത്. പഠിക്കാനുള്ള ടോപ്പിക് ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് റിവൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. JLAയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആഗ്രഹിക്കുന്നവർക്ക് കെമിസ്ട്രി ടിപ്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി. ബാക്ടീരിയയുടെ മോർഫോളജിയെ ആസ്പദമാക്കി എങ്ങനെയൊക്കെയാണ് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു 15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഓർഗനൽസ് ആണ്. മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് ബാക്ടീരിയൽ ഓർഗനൽസ്. ബാക്ടീരിയൽ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ, അതായത് അതിന്റെ ഇന്നർ പോർഷനിലും അതിന്റെ ഔട്ടർ പോർഷനിലും ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാക്ടീരിയൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബാക്ടീരിയൽ ഓർഗനൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ആണെന്ന്. സോ ദ ബാക്ടീരിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? സെൽ വാൾ, cytoplasmic membrane, cytoplasm with ribosomes, nuclear chromatin or DNA, flagella, capsule and fimbriae. ഇത്രയൊക്കെയാണ് മെയിൻലി ഒരു ബാക്ടീരിയയില് പ്രസന്റ് ആയിട്ടുള്ള അതിന്റെ ഓർഗനൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? സെൽ വാൾ. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൽ തന്നെയാണ്, ഒരു പാർട്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സെൽ വാൾ. ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സെൽ വാൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിജിഡ് ലെയർ ആണ്. അതായത് നമ്മുടെ ബാക്ടീരിയയിലെ ഒരു റിജിഡ് ലെയർ ആണ് എന്തെന്ന് പറയുന്നത് സെൽ വാൾ എന്ന് പറയുന്നത്. ദ സെൽ വാൾ ഈസ് ദ ലെയർ ദാറ്റ് ലൈസ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. നമ്മുടെ ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ആയിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സെൽ വാൾ നിൽക്കുന്നത്. ഈ സെൽ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 to 25 നാനോമീറ്റർ തിക്നെസ് ആണ്. 10 to 25 നാനോമീറ്റർ ആണ് അതിന്റെ തിക്നെസ്. അത് നല്ല സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി റിജിഡ് ആണ്. ഫസ്റ്റിൽ പറഞ്ഞല്ലേ റിജിഡ് ലെയർ ആണെന്ന്. അതാണ് സെൽ വാൾ സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി റിജിഡ് ആണ്. കെമിക്കലി ദ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ? അതായത് സെൽ വാളിലെ കണ്ടന്റ് എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് സെൽ വാളിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ പെപ്റ്റിഡോഗ്ലൈക്കനെ പറയുന്ന മറ്റു പേരുകളാണ് മ്യൂക്കോപെപ്റ്റൈഡ്, അല്ലെങ്കിൽ മ്യൂറിൻ, അതല്ലെങ്കിൽ മ്യൂറാമിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് എന്തിനെ തന്നെയാണ്? പെപ്റ്റിഡോഗ്ലൈക്കനെയാണ് പറയുന്നത്. The peptidoglycan found only in prokaryotes. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പ്രോകാരിയോട്സ് എന്താണ്, യൂകാരിയോട്സ് എന്താണെന്ന്. അപ്പൊ പ്രോകാരിയോട്സിലാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ കാണപ്പെടുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രൊവൈഡ്സ് റിജിഡിറ്റി ടു ദ സെൽ വാൾ. അപ്പൊ സെൽ വാളിന്റെ ആ ഒരു റിജിഡ് എന്ന ആ ഒരു പ്രോപ്പർട്ടി ഇതിന് നൽകുന്നത് ആരാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ത് വെച്ചാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ N-acetyl glucosamine and N-acetyl muramic acid. നമുക്ക് ചിലപ്പം NAG, NAM അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ N-acetyl glucosamine NAG and N-acetyl muramic acid NAM, ഇങ്ങനെ 2 യൂണിറ്റുകൾ ചേർന്നതാണ് എന്ത്? പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. The peptidoglycan formed by N-acetyl glucosamine and N-acetyl muramic acid molecules alternating in chains which are cross-linked by peptide bonds. ഒരു പെപ്റ്റൈഡ് ബോൺസ് ഒക്കെ വെച്ച് ക്രോസ് ലിങ്ക് ചെയ്തിട്ട് ഒരു ചെയിൻ ഫോമിൽ ഈ യൂണിറ്റുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ ഫോം ചെയ്യുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ദ സെൽ വാൾ. ഒരു സെൽ വാളിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
give shape and rigidity to the cell. സെല്ലിന് ഷേപ്പും റിജിഡിറ്റിയും കൊടുക്കുന്നുണ്ട്. Supports the weak cytoplasmic membrane against the high internal osmotic pressure of the protoplasm. Third, maintains the characteristic shape of the bacteria. Then it takes part in cell division. Cell divisionല് ഇൻവോൾവ് ആയിട്ടുള്ള ആരാണ്? സെൽ വാൾ. ബാക്ടീരിയയുടെ സെൽ വാൾ സെൽ ഡിവിഷൻ ഏത് ഫോമിലാണ് എന്നാ പറഞ്ഞത്? ബൈനറി ഫിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഇൻ ഇന്ററാക്ഷൻസ് വിത്ത് അതർ ബാക്ടീരിയ ആൻഡ് വിത്ത് മമാലിയൻ സെൽസ്. മമാലിയൻ സെൽസ് ആയിട്ട് മറ്റ് ബാക്ടീരിയക്കുമായിട്ട് ഒരു ഇന്ററാക്ഷൻ എന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് സ്പെസിഫിക് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് റിസപ്റ്റേഴ്സ് ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് സം ബാക്ടീരിയൽ വൈറസസ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയൽ സെൽ വാളിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മെയിൻലി അതിന് ഷേപ്പും റിജിഡിറ്റിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓസ്മോട്ടിക് പ്രഷറിനെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സെൽ വാൾ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സെൽ ഡിവിഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആരാണ്? സെൽ വാൾ ആണ്. ക്ലിയർ? Second one is cytoplasm. Cytoplasm എന്ന് പറയുന്നത് it is the living matter of a cell between the cell membrane and the nucleus. സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് കമ്പോണന്റ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ബാക്ടീരിയൽ സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിനകത്ത് വരുന്ന ആ ഒരു ഫ്ലൂയിഡ് കമ്പോണന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അത് എവിടെയാണ് നിൽക്കുന്നത്? ഇൻ ബിറ്റ്വീൻ സെൽ മെംബ്രെയിൻ ആൻഡ് ദ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ദ ന്യൂക്ലിയസ്. ഇറ്റ് ഷോസ് ന്യൂമറസ് ഗ്രാനുൾസ് നോൺ ആസ് റൈബോസോംസ്. അതായത് ഈ ഏരിയ, സൈറ്റോപ്ലാസ്മിക് ഏരിയ എന്ന് പറയുന്നത് കുറെ ഗ്രാനുൾസ് ഇങ്ങനെ അതിനകത്ത് കാണുന്നു. അതായത് ആ ഗ്രാനുൾസിനെയാണ് ഇവിടെ റൈബോസോംസ് എന്ന് പറയുന്നത്. റൈബോസോംസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോംസ് എന്ന് പറയുന്നതിന് അതായത് RNA, പ്രോട്ടീൻസ് ഇതൊക്കെ ചേർന്നതാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സൈറ്റോപ്ലാസം ഹാസ് 10 to 30 milli micron in diameter. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 to 30 milli micron ആണ് സൈറ്റോപ്ലാസത്തിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ദ മേജർ സ്ട്രക്ചേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം എന്തൊക്കെയാണ്? ഓർത്ത് വയ്ക്കുക. റൈബോസോംസ്, മീസോസോംസ്, ഇൻക്ലൂഷൻ ബോഡീസ്, ന്യൂക്ലിയോയിഡ്, ക്രോമസോംസ് ആൻഡ് പ്ലാസ്മിഡ്സ്. അതായത് RNAയും പ്രോട്ടീൻസും റൈബോസോംസ് ഇതൊക്കെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്. അതുപോലെ മീസോസോംസ്, ഇൻക്ലൂഷൻ ബോഡീസ്, പ്ലാസ്മിഡ്സ് ഇതൊക്കെ ചേർന്നാണ് എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിക് ആക്ടിവിറ്റി. തേർഡ് വൺ, capsule. Capsule എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഔട്ടർ മ്യൂക്കോയിഡ് എൻവലപ്പ്. ഒരു സെല്ലിന്റെ ചുറ്റും വരുന്ന ഒരു എൻവലപ്പ്, ഒരു മ്യൂക്കോയിഡ് ആയിട്ടുള്ള എൻവലപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? കാപ്സ്യൂൾ എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസത്തിനകത്തും കാപ്സ്യൂൾ കാണില്ല. സോ അതുകൊണ്ട് തന്നെ ദ ഓർഗാനിസം പോസസിങ് കാപ്സ്യൂൾ ആർ നോൺ ആസ് കാപ്സുലേറ്റഡ്. അതായത് കാപ്സ്യൂൾ ഉള്ള ബാക്ടീരിയാസിനെ നമ്മൾ എന്ത് പറയും? കാപ്സുലേറ്റഡ്. ഇല്ലാത്തതിനെ എന്ത് പറയും? നോൺ കാപ്സുലേറ്റഡ് എന്നും പറയും. ഈ കാപ്സ്യൂളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് അറിയാം അല്ലെ? കാരണം ഫാഗോസൈറ്റോസിസ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ലൈസ് ആയി പോകുന്നത്. അപ്പൊ ഈ സെൽ ലൈസിന് കാരണമാകുന്നതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? കാപ്സ്യൂൾ ആണ്. അതുപോലെ തന്നെ ഗീവ്സ് സ്പെസിഫിസിറ്റി. അതായത് ഒരു ബാക്ടീരിയക്ക് അതിന്റെ സ്പെസിഫിസിറ്റി നൽകുന്നത് ആരാണ്? കാപ്സ്യൂൾ ആണ് നൽകുന്നത്. ഇറ്റ് ആക്ട് ആസ് എ പാർഷ്യൽ ആന്റിജൻ. ഒരു ആന്റിജൻ ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ത്? കാപ്സ്യൂൾ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ഈസ് അബൌട്ട് ഫ്ലജെല്ല. ഫ്ലജെല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ തന്നെ നമുക്കറിയാം മോട്ടിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അതായത് ഒരു ഓർഗാനിസത്തിന്റെ, ഒരു ബാക്ടീരിയയുടെ ലോക്കോമോഷനെ, അതായത് അതിന്റെ സഞ്ചാരത്തെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫ്ലജെല്ലയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ഫ്ലജെല്ല ആർ ദ ഓർഗൻസ് ഓഫ് ലോക്കോമോഷൻ. Numbers of bacilli are motile due to the presence of flagella. Bacilli ആണ് എപ്പോഴും മോട്ടൈൽ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ലോക്കോമോഷൻ ആണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്ലജെല്ല ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഫ്ലജെല്ല തന്നെ ബാക്ടീരിയയിൽ പല തരത്തിലാണ്. അതായത് ബാസിലയുടെ ഒരു എൻഡിൽ മാത്രം, ഒരു പോളിൽ മാത്രമായിട്ട് രണ്ട് ബോത്ത് പോളാർ എൻസിലുള്ളതുണ്ട്. അതുപോലെ അതിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ ഫ്ലജെല്ലയ്ക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ആ ഭാഗങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക്കലി നമ്മള്
ബാക്ടീരിയൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. The first step towards achieving your dreams is having the right coach. Get the best education with ChemistryTips Education and make your chemistry-based exam dreams come true. Download the app now. Our first question is, which of the following bacteria lack cell wall and are therefore resistant to penicillin? Option A, cyanobacteria, B, mycoplasma, C, vibrio, D, spirochetes. The answer is mycoplasma. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെന്താണ്? സെൽ വാൾ ഇല്ലാത്ത ബാക്ടീരിയ ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് അത് പെനിസിലിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അത് പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്. പെനിസിലിൻ ആന്റിബയോട്ടിക് ആരാണ് കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലമിംഗ്. അലക്സാണ്ടർ ഫ്ലമിംഗ് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ്? ഫ്രം പെനിസിലിയം നോട്ടേറ്റം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, എ ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജല്ല ഈസ് കോൾഡ്. അതായത് ബാക്ടീരിയ ഫ്ലജല്ലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓരോ ഭാഗത്തും, അതായത് അതിന്റെ പോളാർ പോർഷനില് ഫ്ലജല്ല കാണുന്നുണ്ട്, അതുപോലെ അറൌണ്ട് ദ ബോഡി കാണുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോളാർ ഫ്ലജല്ല, പോളാർ പോർഷനില് ക്ലസ്റ്റർ ഫോമില് ഫ്ലജല്ല കാണുന്നത് ഏത് ടൈപ്പ് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ലോഫോട്രൈക്കസ്, ബി ആംഫിട്രൈക്കസ്, C, monotrichous, and D, peritrichous. The answer is Lophotrichous. Based on their arrangement, bacteria are classified into 4 groups. ഫ്ലജല്ലയുടെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിച്ച് ആർ മോണോട്രൈക്കസ്, ആംഫിട്രൈക്കസ്, ലോഫോട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ്. ഇങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഹാവിങ് 1 ഫ്ലജല്ല, ഒരൊറ്റ ഫ്ലജല്ല മാത്രം ഉള്ളതിനെയാണ് മോണോട്രൈക്കസ് എന്ന് പറയുന്നത്. മോണോട്രൈക്കസ് ഫ്ലജല്ലയ്ക്ക് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറെ. ദെൻ ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത് സിംഗിൾ ഓർ ടഫ്റ്റ് ഓൺ ബോത്ത് എൻഡ്സ്. അതായത് 2 എൻഡിലും ഒന്നുകിൽ സിംഗിൾ ഫ്ലജല്ല ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല ആവും. അതിനെയാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എക്കോസ്പൈറിലം, സർപ്പൻസ്. ലോഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നാണ് അല്ലെ, എന്താണ്? ക്ലസ്റ്റർ അല്ലെങ്കിൽ ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഓൺ 1 എൻഡ്, ഒരു എൻഡിൽ മാത്രം ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല കാണിക്കുന്നതിനെയാണ് ലോഫോട്രൈക്കസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്യൂഡോമോണാസ് ഫ്ലോറസൻസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് പെരിട്രൈക്കസ് ഫ്ലജല്ല. എന്താ പെരിട്രൈക്കസ് ഫ്ലജല്ല ഫിഗറിൽ കാണുന്നത് എങ്ങനെയാ? ഓൾ ഓവർ ദ ബോഡി ഫ്ലജല്ല കാണുന്നുണ്ട് അല്ലെ. ഫ്ലജല്ല ത്രൂ ഔട്ട് ദ സെൽ ഓർ അറൌണ്ട് ദ സെല്ല്, സെല്ലിന് മുഴുവനായിട്ടും ഫ്ലജല്ല കാണുന്നതിനെയാണ് പെരിട്രൈക്കസ് ഫ്ലജല്ല എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാൽമോണല്ല ടൈഫി. തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, which of the following may contain fimbriae? Option A, gram positive bacteria, B, gram negative bacteria, C, both A and B, D, none of this. Fimbriae കാണുന്നത് ഏത് ടൈപ്പിലാണ്? The answer is gram negative bacteria. Fimbriae എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ഫൈൻ ഹെയർ ലൈക്ക് അപ്പൻഡേജസ്. ബാക്ടീരിയയിൽ വരുന്ന ഒരു ഫൈൻ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഹെയർ ലൈക്ക് അപ്പൻഡേജിനെയാണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. ഫ്ലജല്ല എന്ന് പറയുന്നത് എന്താണ്? അത് മോട്ടിലിറ്റി ഇൻവോൾവ് ചെയ്യുന്ന അപ്പൻഡേജ് ആണ്. എന്നാൽ ഫിംബ്രിയ എന്താണ്? മോട്ടിലിറ്റി ഇൻവോൾവ് ചെയ്യുന്നില്ല, നോട്ട് ഇൻവോൾവ് ഇൻ മോട്ടിലിറ്റി. ബട്ട് എന്താ, അഡ്ഹഷന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിംബ്രിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ്, ബാക്ടീരിയ ഹാവിംഗ് നോ ഫ്ലജല്ല ആർ അണേബിൾ ടു. ഓപ്ഷൻ എ മൂവ്, ബി റീപ്രൊഡ്യൂസ്, C, stick to tissue surface, D, grow in nutrient agar. The answer is move. Flagella ഇല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ്, Peptidoglycan is also known as. Peptidoglycan പറയുന്ന മറ്റു പേര്. ഓപ്ഷൻ എ N-acetyl muramic acid, B
Mucopeptide. C. N-acetyl glucosamine. D. Mesodiaminopimetic acid. The answer is Mucopeptide. Peptidoglycan പറയുന്ന മറ്റു പേരുകളാണ് Mucopeptide, murein അല്ലെങ്കിൽ muramic acid എന്നൊക്കെ. Sixth question is genetic system is located in the prokaryote in option A nucleoid, B chromatin, C nuclear material and D all of these. ഒരു പ്രോകാരിയോട്ടിൽ ഉള്ള ജനറ്റിക് സിസ്റ്റംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജനറ്റിക് മെറ്റീരിയൽസ് ആണ് ഒരു പ്രോകാരിയോട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. സെവൻത് ക്വസ്റ്റ്യൻ കറക്റ്റ് റിഗാർഡിംഗ് കോക്കൈ ആർ. കോക്കൈ എന്താണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ ദ ഓപ്ഷൻ എ ഈസ് കോക്കൈ ആർ സ്ഫെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ. ബി cocci present in chain is known as streptococci. C. Cocci present in the shape of grapes is known as staphylococci. And D. All of these. The answer is all of these. Eighth question. Mycobacterium leprae is also known as option A. Golden bacilli. Option B. Koch's bacilli. Option C. Magical bacilli. And option D. Hansen's bacilli. The answer is Hansen's bacilli. ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കോച്ച് ബാസിലൈ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ കോച്ച് ബാസിലൈ എന്നും അതുപോലെ മൈക്കോബാക്ടീരിയം ലെപ്രയെ ഹാൻസൻസ് ബാസിലൈ എന്നും പറയുന്നു. The ninth question is the cell wall of option A. Gram positive bacteria are thicker than gram negative bacteria. Option B. Gram negative bacteria are thicker than gram positive bacteria. Option C. Both have same thickness but composition is different. Option D. None of these. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടു ടൈപ്സ് ബാക്ടീരിയാസ് ആണുള്ളത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും. അപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെയും സെൽ വാളിന്റെ തിക്നെസ്സിൽ അതുപോലെ പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസ്സിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നയൻത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെൽ വാൾ ഓഫ് ഏതിന്റെ സെൽ വാളിനെ കുറിച്ച് പറയുന്നതാണ് ഈ 4 ഓപ്ഷനിൽ ശരി എന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആർ തിക്കർ ദാൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അതായത് the cell wall of gram positive bacteria are thicker than gram negative bacteria. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെയും സെൽ വാളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാള് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിനേക്കാൾ തിക്കറായിരിക്കും. അതുപോലെ തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ കണ്ടന്റ് ഗ്രാം പോസിറ്റീവില് തിക്കറായിട്ടാണ് കാണുന്നത്. ഗ്രാം നെഗറ്റീവില് തിന്നറാണ്, അതായത് കണ്ടന്റ് കുറവാണ്. ഔട്ടർ മെംബ്രെയിൻ ഗ്രാം പോസിറ്റീവില് ആബ്സെന്റ് ആണ്, ഗ്രാം നെഗറ്റീവില് പ്രസന്റ് ആണ്. ലിപ്പിഡ് കണ്ടന്റ് ഗ്രാം പോസിറ്റീവില് ആബ്സെന്റ് ആണ്, ഗ്രാം നെഗറ്റീവില് പ്രസന്റ് ആണ്. ടീക്കോയിക് ആസിഡ് കണ്ടന്റ് ഗ്രാം പോസിറ്റീവില് പ്രസന്റ് ആണ്, ഗ്രാം നെഗറ്റീവില് ആബ്സെന്റ് ആണ്. The 10th question is cytoplasmic inclusions include option A ribosomes, B mesosomes, C fat globules and D all of these. സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? The answer is all of these. The 11th question is the structure responsible for motility of bacteria is option A pili, B flagella, C capsule and D sheath. The answer is flagella. ഇവിടെ ഫ്ലജല്ല എന്താണ്, ക്യാപ്സ്യൂൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ ക്യാപ്സ്യൂൾ പോലെ വരുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പിലി എന്ന് പറയുന്നത് എന്താണ്, മുമ്പ് നമ്മൾ ഫിംബ്രിയെ ഡിസ്കസ് ചെയ്തിരുന്നു. These are hair-like filaments that extend from the cell surface and are found almost exclusively on gram-negative bacteria. Okay, and this pili or fimbriae, which are composed of the subunits, a protein called pilins. ഇതുപോലെ പിലിയുടെ ഒരു പ്രോട്ടീൻ സബ് യൂണിറ്റ് ആണ് പിലിൻ. പിലി കമ്പോസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സബ് യൂണിറ്റ് ആണ് പിലിൻ. അതുപോലെ ഫ്ലജല്ലയിലുള്ള പ്രോട്ടീൻ സബ് യൂണിറ്റ് ആണ് ഫ്ലജല്ലിൻ.
The 12th question is the arrangement in which flagella are distributed all around the bacterial cell is. Option A, Lophotrichus, B, Amphitrichus, C, Peritrichus, and D, Monotrichus. The answer is Peritrichus. Question number 13. Which of the following has Peptidoglycan as a major constituent of cell wall? Option A, gram-negative bacteria, B, gram-positive bacteria, C, fungi, and D, none of these. The answer is gram-positive bacteria. Question number 14. Which of the following is not true about peptidoglycan? Option A, it is a polymer consisting of N-acetyl glucosamine and N-acetyl muramic acid and amino acids. Option B, it is present in prokaryotic cell wall. Option C, it occurs in the form of a bag-shaped macromolecule surrounding the cytoplasmic membrane. Option D, none of these. The answer is none of this. നമുക്കറിയാം പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ കണ്ടന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഏത് സെൽ വാളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്, ഏത് ഗ്രാം പോസിറ്റീവിലാണോ ഗ്രാം നെഗറ്റീവിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. Then the question number 15. Single or clusters of flagella at both poles is known as. Option A, Monotrichus, B, Peritrichus, C, Amphitrichus, and D, Lophotrichus. The answer is Amphitrichus. Question number 16. Teichoic acids are typically found in. Option A, cell wall of gram-positive bacteria, B, outer membrane of gram-positive bacteria, C, cell wall of gram-negative bacteria, and D, outer membrane of gram-negative bacteria. The answer is cell wall of gram-positive bacteria. Question number 17. In eukaryotic cell, ribosomes are. Option A, 70S, B, 80S, C, 60S, and D, not specific. The answer is 80S. In prokaryotes, ribosomes are 70S. Eukaryotes ribosomes 80S യൂണിറ്റിലും prokaryotes 70S ലാണ്. The 18th question is chemically the capsule may be. Option A, polypeptide, B, polysaccharide, C, both A and B, and D, none of these. The answer is both A and B. ക്യാപ്സ്യൂളിലെ കെമിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ബോത്ത് പോളിപെപ്റ്റൈഡ് ആൻഡ് പോളിസാക്രൈഡ് പ്രസന്റ് ആണ്. The capsule is made up of glycoprotein, lipoprotein, polypeptide or polysaccharide. The 19th question is peptidoglycan is found only in the bacterial. Option A, cell wall, B, cytoplasmic membrane, C, capsule, and D, both A and B. The answer is cell wall. Peptidoglycan is found only in the bacterial cell wall. The last question is the 20th question is in which of the following lipopolysaccharide is a major constituent of outer membrane of the cell wall? Option A, gram positive bacteria, B, gram negative bacteria, C, fungi, and D, none of these. അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണോ അതോ ഫംഗയിലാണോ എന്ത് ലിപ്പോപോളിസാക്രൈഡ് ഔട്ടർ മെംബ്രെയിനിലെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് കാണുന്നത്? ദ ആൻസർ ഈസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈലെയേർഡ് സ്ട്രക്ചർ ഇൻ ബാക്ടീരിയ and its inner part resembles composition with that of the cell membrane, but the outer part contains a component is lipopolysaccharide. ഔട്ടർ പാർട്ടിലെ കമ്പോണന്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ലിപ്പോപോളിസാക്രൈഡ് എന്ന് പറയുന്നത്. The outer membrane and plasma membrane appears to be in direct contact at many sites in the gram-negative cell wall. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്ടീരിയൽ ഓർഗനൽസ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു.
ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക, പ്രീവിയസ് ക്ലാസ്സുകളും വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ JLAയുടെ ക്ലാസ്സുമായി കെമിസ്ട്രി ടിപ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ്. എനിവേ, താങ്ക് യു, ഗുഡ് ബൈ.